അംബേ ശരണം. ഭാരം പാരം മഹേശി മഹീതിലനിശം ജീവിതം തൃപ്പദാബ്ജം ഭാവിക്കാത്തോർക്കു നീതൻ സകലമിതി നിനച്ചിടുവോർക്കെന്തു ഭാരം. ഭക്ത്യാ നിന്നെ തൊഴാനുള്ളവസരമടിയൻ പാഴിലാക്കാതിരിപ്പാൻ ഭംഗ്യാ വന്നെന്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണം. അമ്മേ സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 9-ാമത്തെ അധ്യായം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ദ്രൻ ഉപദേശിച്ചതനുസരിച്ച് ഋഷിമാരെ വാഹനമായി കൽപ്പിച്ച് അവരെടുക്കുന്ന പല്ലക്കിൽ ഇരുന്നു കൊണ്ട് അങ്ങ് വരണം, അങ്ങയുടെ ശ്രേയസ്സും വർദ്ധിക്കും, എൻ്റെ മനസ്സിനും വളരെ സന്തോഷമാവും എന്നൊക്കെ വളരെ ചാതുര്യത്തോടു കൂടിയിട്ട് നൗഷനോട് അവതരിപ്പിച്ചു. അതിൻ്റെ പിന്നിലുള്ള തൻ്റെ നാശത്തിനെ മനസ്സിലാക്കാൻ കഴിയാത്ത കാമാതുരനായ ദേവിയുടെ മായയാൽ പ്രഭാവിതനായിട്ടുള്ള നൗഷൻ അത് കേട്ട് ഇന്ദ്രാണിയോട് പറയാണ്, സത്യമുക്തം ത്വയാ തന്വീ വാഹനം രുചിരം മമ കരിഷ്യാമി സുഖേശാന്തേ വചനം തവ സർവധാ. ഹേ സുന്ദരി, നീ സത്യാണ് പറഞ്ഞത്. നീ നിർദ്ദേശിച്ച വാഹനം എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും ചെയ്യാം. മുനിമാരെ വാഹനമാക്കുന്നവൻ വീര്യം കെട്ടവനായിരിക്കുകയില്ലല്ലോ. അവർ വഹിക്കുന്ന വാഹനം ഏറി ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. സപ്തഋഷിമാരും അതുപോലെ ദേവർഷിമാരും എല്ലാം പറയുന്നുണ്ട്, അത്യധികമായ തപസ്സുകൊണ്ട് ഞാൻ മുപ്പാരിലും ഉള്ളവരിൽ വെച്ച് മിടുക്കനാണ്, ശ്രേഷ്ഠനാണ് എന്നൊക്കെ. അതുകൊണ്ട് ദേവി പറഞ്ഞതനുസരിച്ച് ഞാൻ അവരെ വാഹനമാക്കി കൊണ്ടുവരാം. ഇത്യുക്ത്വാ താം സുസന്തുഷ്ടോ വിസസർജ ഹരിപ്രിയാം മുനീനാഹൂയ സർവാംസ്താനിത്യുവാച സ്മരാന്വിത. ഇങ്ങനെ സന്തുഷ്ടനായിട്ടുള്ള അവൻ ഇന്ദ്രപത്നിയെ പറഞ്ഞയച്ചു. കാമപീഡിതനായിട്ടുള്ള അവൻ പിന്നെ മഹർഷിമാരെയെല്ലാം വിളിച്ചിട്ട് അവരോട് പറയണു, അഹമിന്ദ്രോദ്യഭോ വിപ്രാം സർവശക്തി സമന്വിത കാര്യമാത്ര പ്രകുർവന്തു ഭവന്തോ വിഗതസ്മയ ഇന്ദ്രാസനം മയാ പ്രാപ്തം നേന്ദ്രോണി മാം ഉപൈതിജ ആകാരിത ച മാം ഭ്രൂതേ പ്രേമപൂർവം ഇതം വജ. ഹേ മുനിമാരെ, ഞാനിപ്പോൾ സർവശക്തിയുള്ളവ ദേവേന്ദ്രനാണ്. നിങ്ങൾ തീരെ അഹങ്കാരമില്ലാതെ ഞാൻ പറയുന്ന കാര്യം, എൻ്റെ കാര്യം നിങ്ങൾ ചെയ്തു തരണം. ഞാൻ ഇന്ദ്രാസനം നേടിക്കഴിഞ്ഞു. എന്നാൽ ഇന്ദ്രാണി ഇനിയും എനിക്ക് പ്രാപ്യരായിട്ടില്ല. ഞാൻ വിളിച്ചപ്പോൾ അവൾ പ്രേമപൂർവം എന്നോട് പറഞ്ഞു, ഹേ ദേവേന്ദ്ര, മുനിമാർ വഹിക്കുന്ന വാഹനത്തിലേറി എന്നെ സമീപിക്കുക. ശത്രുക്കളെ വിറപ്പിക്കുന്നവനെ ദേവദേവ, എൻ്റെ ആഗ്രഹം സാധിക്കൂ എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഹേ മുനിമാരെ, എനിക്ക് അത്യധികം പ്രയാസമുള്ള ഒരു കാര്യമാണിത്. ദയാലുക്കളായ നിങ്ങൾക്കിത് എങ്ങനെയും സാധിച്ചു തരാവുന്നതേയുള്ളൂ. ദേവേന്ദ്രന്റെ പത്നിയിലൂന്നിയ എൻ്റെ മനസ്സിനെ കാമൻ ചൂടാക്കണു. ഇപ്പം ഞാൻ ആ കാമത്തിൽപ്പെട്ട് ഉഴലുകയാണ്. നിങ്ങളാണ് എനിക്ക് ഇപ്പോൾ ആശ്രയം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ആഗ്രഹത്തെ നിറവേറ്റിത്തരണം എന്നൊക്കെ അവൻ ഋഷികളോട് പറഞ്ഞു. അവൻ്റെ ഈ വാക്കുകളെ കേട്ട് അഗസ്ത്യ പ്രമുഖരായിട്ടുള്ള മഹർഷിമാരെ ഭവിക്കാൻ പോകുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സമ്മതിച്ചു എന്ന് പറയാണ്. ത്രികാലജ്ഞാനികളാണല്ലോ അവരെല്ലാവരും. ഇവനീ പറയുന്നത് കേട്ടപ്പോൾ ഇവനീ ദുർബുദ്ധി എന്തിനുണ്ടായി? ഇനിയിപ്പോൾ ഇന്ദ്രാണിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ എന്നുണ്ടെങ്കിൽ
ഇന്ദ്രാണി ഇത് പറയാനുള്ള തക്കതായിട്ടുള്ള കാരണമുണ്ടാവും. കാരണം മുനിമാരെ എല്ലാം എപ്പോഴും ആദരിക്കുന്ന സത്കരിക്കുന്നതായിട്ടുള്ള ഇന്ദ്രാണി അവർ എടുക്കുന്ന പല്ലക്കിൽ ഇന്ദ്രൻ വന്നാൽ താൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വെറും ഇന്ദ്രാണിയുടെ വാക്കുകളാവില്ല, പരപ്രേരിതമാവും എന്ന് നന്നായിട്ട് അറിയാവുന്ന അവരുടെ ജ്ഞാനത്താൽ കണ്ടറിഞ്ഞു. ഇത് ഇവന്റെ നാശത്തിന് തന്നെ അവൻ തന്നെ വഴിയൊരുക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഇന്ദ്രാണി ഇപ്രകാരം ഉള്ള വാക്കുകൾ അവനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കി അതിനവരെ സമ്മതിച്ചു. ആ മുനികളെല്ലാം ഇന്ദ്രന്റെ അപേക്ഷ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ ശചിയിൽ കാമഭ്രാന്തനായിരുന്നതായിട്ടുള്ള നൗഷൻ അത്യധികം സന്തോഷിച്ചു. തിടുക്കത്തിലെ മനോഹരമായിട്ടുള്ള ഒരു മഞ്ചലിൽ അവൻ കയറിയിരുന്നു. ദിവ്യന്മാരായ മഹർഷിമാരെ വാഹകന്മാരാക്കിക്കൊണ്ട് സർപ്പ എന്നിങ്ങനെ പറഞ്ഞു എന്ന് പറയാണ്. ആരൂഹ്യശിബികാം രമ്യാം സംസ്ഥിതത്വരയാൻവിത വാഹാൻ കൃത്വാ മുനീൻ ദിവ്യാൻ സർപ്പ ഇതി ജാബ്രവീത്. സർപ്പ എന്ന് പറഞ്ഞാൽ വേഗം നടക്കൂ എന്നാണ് അർത്ഥം, സംസ്കൃതത്തിലൊരർത്ഥം. അപ്പം സർപ്പ വേഗം നടക്കൂ. കാരണം ഇവനിപ്പോൾ എന്താ കാമാർത്ഥനായിരിക്കുകയാണ്. ഇന്ദ്രാണിയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്നതാ എത്രയോ കാലമായിട്ട് അവളെ പ്രാപിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം വേഗം അവളുടെ അടുത്ത് എത്തണം എന്നുള്ളത് കാരണം കൊണ്ട് സർപ്പ വേഗം നടക്കൂ എന്ന് കാമാർത്ഥനായിട്ടുള്ള അവൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറയും, എന്താ ചെയ്തത്? വെറുതെ പറയുക മാത്രമല്ല അവൻ ചെയ്തത്. കാമാർത്ഥ സോസ്പൃശൻ മൂഢ പാധേന മുനിമസ്തകം അഗസ്തിം താപസശ്രേഷ്ഠം ലോപാമുദ്രാപതിം തദാ. ആ ബുദ്ധികെട്ടവൻ കാമാർത്ഥനായിക്കൊണ്ട് താപസശ്രേഷ്ഠനും ലോപമുദ്രയുടെ ഭർത്താവുമായിട്ടുള്ള അഗസ്ത്യ മഹർഷിയുടെ ശിരസിൽ കാലുകൊണ്ട് ചവിട്ടി എന്നാണ് പറയണത്. സർപ്പ വേഗം നടക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ അഗസ്ത്യ മഹർഷിയെ തൻ്റെ കാലുകൊണ്ട് ചവിട്ടി എന്നാണ് പറയണത്. എന്താ അഗസ്ത്യ മഹർഷിയെ ചവിട്ടാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ അതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണം ഈ സപ്തർഷികളാണല്ലോ പല്ലക്ക് ചുമക്കാൻ അവൻ പറഞ്ഞത്. ഈ സപ്തർഷികളിലെ കഥ മഹാത്മാക്കൾ പറയണത് സപ്തർഷികളിലെ ഏറ്റവും ഉയരം കുറഞ്ഞ ആളാണ് ഈ അഗസ്ത്യൻ എന്ന് പറഞ്ഞ മഹർഷി. മറ്റുള്ളവരൊക്കെ നല്ല ഉയരമുള്ളവരാണ്. അപ്പോൾ ഈ അഗസ്ത്യൻ ഉയരം കുറഞ്ഞവനാണ് എന്നുള്ളത് കാരണം കൊണ്ട് അഗസ്ത്യ മഹർഷിക്ക് കാലുകളുടെ ദൈർഘ്യം ചെറുതാണ്, പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവരെമാരി അത്രയും വേഗത്തിൽ നടക്കാൻ പറ്റില്ല. അഗസ്ത്യൻ 3 കാലുകൾ എടുത്തു വെക്കുന്ന ദൂരം മറ്റുള്ളവരെ ഒരു കാല് കൊണ്ട് വെക്കുകയായിരിക്കാം. അപ്പോൾ ഇവൻ കാരണം എന്തിയായി എന്ന് പറഞ്ഞാൽ അഗസ്ത്യ മഹർഷി പതുക്കെ നടക്കുന്ന കാരണം കൊണ്ട് മറ്റുള്ളവർക്കും അങ്ങനെ നടക്കാനല്ലേ പറ്റുള്ളൂ. പതുക്കെയാണ് നടക്കണത്. ഇവനാണെങ്കിൽ നൗഷനാണെങ്കിൽ ഇന്ദ്രാന്റെ അടുത്തെത്താൻ പ്രാപിക്കാൻ കാമാർത്ഥനായിട്ടിരിക്കുകയാണ്. അപ്പം നോക്കുന്ന സമയത്ത് അഗസ്ത്യ മഹർഷിയാണ് പതുക്കെ നടക്കണത് എന്ന് കണ്ടത് കാരണം കൊണ്ട് അഗസ്ത്യ മഹർഷിയെ ചവിട്ടിക്കൊണ്ട് സർപ്പ വേഗം നടക്ക എന്ന് പറഞ്ഞു എന്നിവിടെ എഴുതിയിട്ടില്ലെങ്കിലും മഹാത്മാക്കൾ പറയുന്നുണ്ട്. എന്തായാലും വാതാപിയെ വിഴുങ്ങിയവനും കടൽ കുടിച്ചു വറ്റിച്ചവനുമായ അദ്ദേഹത്തെ ഈ കാമപീഡിതനായിട്ടുള്ള കാമന്റെ ബാണങ്ങളാൽ പീഡിതനായിട്ടുള്ള അവൻ ചവിട്ടുക മാത്രമല്ല കുശയാ താടയാമാസ എന്നും കൂടി അവിടെ പ്രയോഗിക്കുന്നുണ്ട്. കുശയാ താടയാമാസ എന്ന് പറഞ്ഞാൽ ചാട്ട കൊണ്ട് അടിക്കുകയും ചെയ്തു എന്നാണ് പറയണത്. നൗഷൻ ഈ അഗസ്ത്യനെ എന്ന് ഭാഗവതത്തിൽ മഹാപുരാണത്തിൽ പറയണില്ലേ. ചവിട്ടി എന്നേ പറയണുള്ളൂ. ഇവിടെ ചാട്ട കൊണ്ടും അടിച്ചു എന്നൊക്കെയാണ് പറയണത്. ഇന്ദ്രാണിയെ തന്നെ ഓർത്തുകൊണ്ടിരിക്കുന്ന അവൻ മുനിയോട് ഇപ്രകാരം ചവിട്ടുകയും ചാട്ടവാറ് കൊണ്ട് അടിക്കുകയും ചെയ്തപ്പോൾ അഗസ്ത്യൻ